ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഈ നല്ല ഒരു പ്രഭാതം കൂടി നിങ്ങളെ കാണുവാൻ നീ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ വചനം ശ്രവിച്ച് അതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ നീ സംഗതിയാക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കാണാതെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതേവരെ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ സഭയെയും അതിനെ നയിക്കുന്നതായ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും എല്ലാം നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടു കൂടിയും അനുഗ്രഹപ്രദമായും ഉള്ളൊരു ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ. കർത്താവേ, നിന്നോടല്ലാതെ ആരോട് ഞങ്ങൾ അപേക്ഷിക്കണം? ആരെ ഞങ്ങൾ കുമ്പിടണം? അപേക്ഷിപ്പാനും കുമ്പിടുവാനും നീ അല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ഏവർക്കും അറിയാം, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അവർ കാരാഗ്രഹത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കാരാഗ്രഹത്തിൻ്റെ എല്ലാ പൂട്ടുകളും അഴിയപ്പെടുകയും അവരുടെ ദേഹത്ത് ഇട്ടിരുന്നതായ ആമങ്ങളൊക്കെയും അഴിഞ്ഞു വീഴുകയും ചങ്ങലകൾ താഴെ വീഴുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കാരാഗൃഹ പ്രമാണി വളരെ ഭയവിഹ്വലനായി സ്വയം മരിക്കാൻ തുടങ്ങുന്നതായ അവസരത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ അബദ്ധം ഒന്നും കാണിക്കരുത് എന്ന്. അവൻ ഇവരുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗൃഹ പ്രമാണി ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പൗലോസ് ശ്ലീഹ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യത്തിലാണ് ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഒരു കാര്യം മാത്രം ഞാൻ ഇന്ന് നാം ഓരോരുത്തരോടും എന്നോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ടോ? നമുക്ക് ഇന്ന് അങ്ങനെ ഒരു നല്ല ജീവിതം മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നവർക്ക് മാത്രമല്ലേ നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമ്മൾ അവനെ വിശ്വസിക്കുകയും അതിന് പ്രകാരം ജീവിച്ച് മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യുമ്പോഴല്ലേ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾ അവർ ശ്രവിക്കത്തുള്ളൂ. അതിന് പ്രകാരം അവർക്ക് അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് ആദ്യമായിട്ട് ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഈ സമൂഹത്തിൽ നമ്മളിൽ എത്ര പേരുണ്ട് ഒരു മാതൃകയായി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ നല്ലൊരു ജീവിതം ജീവിക്കുന്നവരെന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലെങ്കിലും നമ്മളുടെ ആ പവർ, നമ്മുടെ ആ അധികാരം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ബന്ധുമിത്രാദികളോട് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വചനം ഉരുവിട്ടുകൊണ്ട് അവരോട് നല്ല വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതായ അവസരത്തിലാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് വലിയ ഒരു ചോദ്യചിഹ്നമിട്ട് ആ വിശ്വാസം എന്താണ് എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതായ ഈ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും വഞ്ചനയും ചതിയും കൊലയും പീഡനവും അങ്ങനെ എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്. അതൊക്കെയും സംഭവിക്കുന്നതിന് കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നും ആകുന്നു എന്നുള്ളതാണ്.
ആ സൊദോം ഗൊമോറയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. അതിനേക്കഞ്ഞും വലിയ ഒരു പ്രത്യാഘാതം നമുക്ക് സംഭവിക്കുവാൻ പോകുന്നു. അതിൽ നിന്നൊക്കെ അതൊക്കെയും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ തിരുത്തി, മറ്റുള്ള നാട്ടുകാരെ തിരുത്താൻ പോകാതെ നാം നമ്മെ തന്നെ തിരുത്തുന്നുവെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും രക്ഷിക്കും. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, സൊദോമിൽ നിന്നും ലോത്തിനെയും കുടുംബത്തെയും മാത്രമാണ് വെളിയിലാക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരൊക്കെയും തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വീണുകൊണ്ടിരുന്നതിനാൽ മാത്രമാണ് അവരാരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയത്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആശ്രയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സമയാസമയങ്ങളിൽ അനുഗ്രഹം ലഭിക്കത്തുള്ളൂ. അതിനായി നമുക്ക് ഏവർക്കും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ലോക ജീവിതം സഫലമാക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശി ആകത്തക്കവണ്ണം അവിടെ നിക്ഷേപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.